ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളവും അതിലേക്ക് 1/2 ടീസ്പൂൺ യെല്ലോ കളറും ചേർത്ത് ഹാൻഡ് മിക്സർ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും ബദാം കട്ട് ചെയ്തതും ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റാം. ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് ഇതിലൂടെ കൂന്തി ചുട്ടെടുക്കാം. അധികം ക്രിസ്പി ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1.25 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് സിറപ്പാക്കി എടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച കൂന്തി എടുത്ത് നമുക്ക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. ഈ രൂപത്തിലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ സിറപ്പ് ജസ്റ്റ് ഒന്ന് തിക്കായി വന്നാൽ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കൂന്തി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നേരത്തെ തയ്യാറാക്കി വെച്ച ബദാമും ഉണക്കമുന്തിരിയും ചേർത്ത് അതിലേക്ക് 2 ടീസ്പൂൺ മിൽമ ഗീ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് വരെ അടച്ച് വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ബോൾസാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലഡു ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ വെറൈറ്റി വിഭവങ്ങളുടെ ഈസി റെസിപ്പി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. താങ്ക് യു.